KSRTCയുടെ ചുമതലയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ച മിതമായ ചെലവിൽ പരിശീലനം നൽകാനുള്ള പദ്ധതി ഒരുങ്ങുന്നതായി ഗതാഗത വകുപ്പ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളിലൂടെ KSRTCയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരെ ഉപയോഗിച്ച് ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകും. വിജിൻ വായാന്തോട് ചേരുന്നു. വിജിൻ, സാധാരണഗതിയിൽ വലിയ തുകയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ ഈടാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മിതമായ നിരക്കുൾപ്പെടെ KSRTC എടുക്കുന്ന ഈ നടപടി അത് എത്രമാത്രം ശ്ലാഘനീയമാണ്? തീർച്ചയായും അസിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം മിതമായ നിരക്കിൽ ഇത്തരത്തിൽ KSRTC തന്നെ നേരിട്ട് ഡ്രൈവിംഗ് പരിശീലനം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. KSRTC CMDക്ക് മന്ത്രി ഗണേഷ് കുമാർ തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ ദിവസങ്ങളിൽ കൂടുതൽ ഈ വിദഗ്ധരായിട്ടുള്ള ഈ ഡ്രൈവർമാരെയും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി കാണേണ്ട മറ്റൊരു കാര്യം KSRTC ബസ് ജീവനക്കാർക്ക് തന്നെ കൂടുതൽ പരിശീലനം ഒരുക്കാനും ഇത്തരം സംവിധാനത്തിലൂടെ സാധിക്കും എന്നുള്ള അത്തരത്തിലുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസിത സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള തുകകൾ നൽകിയിട്ടാണ് ഇത്തരം ഡ്രൈവിംഗ് സ്കൂളുകൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റം വരുത്താനുള്ള ഒരു കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ CMDക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമികമായ നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിജിൻ വായാന്തോട്.